ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മളിന്ന് വന്നിരിക്കുന്നത് പ്രീവിയസ് ഇയേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മോക്ക് ടെസ്റ്റ് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ന്യൂ വ്യൂവേഴ്സ് സ്പെഷ്യലി നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഓക്കെ, ഓക്കെ ലൈവ് ആയെന്ന് തോന്നുന്നു. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, ഭൂമിയിലെ ഏറ്റവും അപൂർവമായ മൂലകം. ഭൂമിയിലെ ഏറ്റവും അപൂർവമായ മൂലകം ഏതെന്നാണ് ക്വസ്റ്റ്യന്. അലുമിനിയം, അസ്റ്റാറ്റിൻ, ക്രോമിയം, ബോറോൺ. ഭൂമിയിലെ ഏറ്റവും അപൂർവമായ മൂലകം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഭൂമിയിലെ ഏറ്റവും അപൂർവമായ മൂലകം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അസ്റ്റാറ്റിൻ ആണ്. ഏതാണ്? അസ്റ്റാറ്റിൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? അസ്റ്റാറ്റിൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, റേഡിയോ കാർബണിൻ്റെ അർദ്ധായുസ് എത്ര വർഷമാണ്? റേഡിയോ കാർബണിൻ്റെ അർദ്ധായുസ് എത്ര വർഷമാണ്? റേഡിയോ കാർബണിൻ്റെ അർദ്ധായുസ് എത്ര വർഷമാണ്? ഓപ്ഷൻസ് 4760, 6130, 5760, 7320. ആൻസർ ഏതാണ് വരാനുള്ള ചാൻസ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 5760 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ദക്ഷിണേന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സിനിമ. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദക്ഷിണേന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സിനിമ ഏതെന്നാണ് ക്വസ്റ്റ്യന്. ദക്ഷിണേന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സിനിമ ഏതാണ്? യെസ്, കീചകവധം, ആലം ആര, രാജാ ഹരിശ്ചന്ദ്ര, വിഗതകുമാരൻ. യെസ്, ആൻസർ വരുന്നത് ഏതാണ്? 7th വൺ, ഓപ്ഷൻ എ ആണ് ആൻസർ. കീചകവധം ആണ് ആൻസർ. ഏതാണ്? കീചകവധം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം നിലവിൽ വന്നത്. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം നിലവിൽ വന്നത് എന്നാണ് ആ ക്വസ്റ്റ്യന്. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം നിലവിൽ വന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1986 ഓഗസ്റ്റ് 1 ആൻസർ. എന്നാണ്? 1986 ഓഗസ്റ്റ് 1. ഓക്കെ, നെക്സ്റ്റ് വൺ, EMS നമ്പൂതിരിപ്പാടിനെ ആസ്പദമാക്കി എം മുകുന്ദൻ രചിച്ച നോവൽ. EMS നമ്പൂതിരിപ്പാടിനെ ആസ്പദമാക്കി എം മുകുന്ദൻ രചിച്ച നോവൽ ഏതെന്നാണ് ക്വസ്റ്റ്യന്. ഓപ്ഷൻസ് നോക്കാം. യെസ്, ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു, കേശവൻ്റെ വിലാപങ്ങൾ, മരുഭൂമികൾ ഉണ്ടാകുന്നു, ആൾക്കൂട്ടം. EMS നമ്പൂതിരിപ്പാടിനെ ആസ്പദമാക്കി എം മുകുന്ദൻ രചിച്ച നോവൽ ഏതെന്നാണ് ക്വസ്റ്റ്യന്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കേശവൻ്റെ വിലാപങ്ങളാണ് ആൻസർ. ഏതാണ്? കേശവൻ്റെ വിലാപങ്ങൾ. നെക്സ്റ്റ് വൺ, ഭാഷാടിസ്ഥാനത്തിൽ പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് എത്രാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഭാഷാടിസ്ഥാനത്തിൽ പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് എത്രാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്?
ആൻസർ ഓപ്ഷൻസ് നോക്കാം. 18-ാം ഭേദഗതി, 21-ാം ഭേദഗതി, 28-ാം ഭേദഗതി, 19-ാം ഭേദഗതി. ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. 18-ാം ഭേദഗതിയാണ് ആൻസർ. ഏതാണ്? 18-ാം ഭേദഗതിയാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. കേരള സർക്കാർ ആവിഷ്കരിച്ച മഴവെള്ളക്കൊയ്ത്ത് പദ്ധതി. ജലനിധി, വർഷ, സുജല, സ്വജൽധാര. കേരള സർക്കാർ ആവിഷ്കരിച്ച മഴവെള്ളക്കൊയ്ത്ത് പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി ആണ്, വർഷയാണ് ആൻസർ. വർഷയാണ്. നെക്സ്റ്റ് വൺ. രാജ്യത്തെ ആദ്യത്തെ ബാർകോഡിംഗ് കേന്ദ്രം ആരംഭിച്ചത് എവിടെ? രാജ്യത്തെ ബാർകോഡിംഗ് കേന്ദ്രം ആരംഭിച്ചത് എവിടെ? ലൈവിലുള്ളൊരു കമൻറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ABCD എന്നുള്ള ഓർഡറിൽ മോക്ക് ടെസ്റ്റ് പാറ്റേണിലാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ABCD എന്നുള്ളതിൽ ഏത് ആൻസർ ആണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് വിടുക. രാജ്യത്തെ ആദ്യത്തെ ബാർകോഡിംഗ് കേന്ദ്രം ആരംഭിച്ചത് എവിടെ? തിരുവനന്തപുരം, കാസർഗോഡ്, കൊല്ലം, ആലപ്പുഴ. ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. തിരുവനന്തപുരത്താണ് ആദ്യമായി ബാർകോഡിംഗ് കേന്ദ്രം ആരംഭിച്ചത്. സംസ്ഥാനത്തെ ആദ്യ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് എവിടെ? സംസ്ഥാനത്തെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് എവിടെ? തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്, കൊല്ലം. ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. തിരുവനന്തപുരം ആണ്. ചാഞ്ഞു വീഴാൻ സാധ്യതയില്ലാത്ത ചുവന്ന മണിയുള്ള നെല്ലിനം. ചാഞ്ഞു വീഴാൻ സാധ്യതയില്ലാത്ത ചുവന്ന മണിയുള്ള നെല്ലിനം. അനശ്വര, പൂർണിമ, മനുപ്രിയ, കൃഷ്ണശ്രീ. ചാഞ്ഞു വീഴാൻ സാധ്യതയില്ലാത്ത ചുവന്ന മണിയുള്ള നെല്ലിനം. ആൻസർ ഓപ്ഷൻ സി ആണ്, മനുപ്രിയ ആണ് ആൻസർ. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് പണി കഴിപ്പിച്ചത് ആര്? കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് പണി കഴിപ്പിച്ചത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് പണി കഴിപ്പിച്ചത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, അറബികൾ. ബോൾഗാട്ടി പാലസ് റിലേറ്റഡ് ആയിട്ട് ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡച്ചുകാരാണ് ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത്. മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദ ചലച്ചിത്രം ഏതാണ്? ജ്ഞാനാംബിക, ബാലൻ, വിഗതകുമാരൻ, പ്രഹ്ലാദൻ. ജ്ഞാനാംബിക, ബാലൻ, വിഗതകുമാരൻ, പ്രഹ്ലാദൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, ജ്ഞാനാംബികയാണ്. ഏതാണ്? ജ്ഞാനാംബിക. മലയാളത്തിൽ ആദ്യമായി ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച പത്രം. മലയാള മനോരമ, മാതൃഭൂമി, ദീപിക, കേരള കൗമുദി. മലയാളത്തിൽ ആദ്യമായി ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച പത്രം. മലയാള മനോരമ, മാതൃഭൂമി, ദീപിക, കേരള കൗമുദി. ആൻസർ ഓപ്ഷൻ എ ആണ്, മലയാള മനോരമയാണ് ഇ പേപ്പർ ഇൻ്റർനെറ്റ് എഡിഷൻ. ഇ പേപ്പർ എന്ന നിലയ്ക്കാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. മലയാള മനോരമയാണ് ആദ്യത്തെ ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ചത്. ഭരണഘടനയുടെ എത്രാം ഭേദഗതി പ്രകാരമാണ് ഗോവയ്ക്ക് സംസ്ഥാനം പദവി നിലവിൽ വന്നത്? ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് ഗോവയ്ക്ക് സംസ്ഥാന പദവി നിലവിൽ വന്നത്? 56-ാം ഭേദഗതി, 55-ാം ഭേദഗതി, 51-ാം ഭേദഗതി, 69-ാം ഭേദഗതി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 56-ാം ഭേദഗതി പ്രകാരമാണ്. ഏതാണ്? 56-ാം ഭേദഗതി പ്രകാരം. നെക്സ്റ്റ് വൺ. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമായ അലാങ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്ര, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, ബീഹാർ. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമായ അലാങ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്റ്റേഷൻ. ഏറ്റവും വടക്കേ അറ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോർത്ത് സൗത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന്. ഓക്കെ, എല്ലാ വീഡിയോയിലും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് നോർത്ത് ഏതാണെന്നും എങ്ങനെയാണ് നോർത്ത് കണ്ടുപിടിക്കാമെന്ന്, എങ്ങനെയാണ് സൗത്ത് കണ്ടുപിടിക്കാമെന്നൊക്കെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ,
നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മാപ്പിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഭാഗം നോർത്തും താഴെയുള്ള ഭാഗം സൗത്തുമാണ്. ഓക്കെ, വടക്കേ അറ്റമാണ് ചോദിച്ചിരിക്കുന്നത്, വെസ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. വെസ്റ്റ് വരുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലാണ്. ഓക്കെ, ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്റ്റേഷൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഉദംപൂർ, ജോധ്പൂർ, മിസാപൂർ, ജയ്പൂർ. വടക്കേ അറ്റത്തുള്ള സ്റ്റേഷൻ ഏതെന്നാണ് ക്വസ്റ്റ്യന്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഉദംപൂർ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, കുടിവെള്ള സ്വകാര്യവൽക്കരണത്തിനെതിരെ 2000 കൊച്ചബാമ്പ സമരം നടന്നത് ഏത് രാജ്യത്താണ്? കുടിവെള്ള സ്വകാര്യവൽക്കരണത്തിനെതിരെ 2000 കൊച്ചബാമ്പ സമരം നടന്നത് ഏതു രാജ്യത്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബൊളീവിയയിലാണ്. 8ാമത്തെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ലോകത്തിലെ 4ാമത്തെ വലിയ ദ്വീപ്. 8ാമത്തെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. മഡഗാസ്കർ, ഗ്രീൻലാൻഡ്, ജാവ, ഇന്തോനേഷ്യ. ഏതാണ് ആൻസർ വരിക? മഡഗാസ്കർ, ഗ്രീൻലാൻഡ്, ജാവ, ഇന്തോനേഷ്യ. ആൻസർ ഓപ്ഷൻ എ ആണ്, മഡഗാസ്കർ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള സജീവ അഗ്നിപർവ്വതം കോട്ടോപാക്സി ഏത് രാജ്യത്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള സജീവ അഗ്നിപർവ്വതമായ കോട്ടോപാസ്കി. 2 ക്വസ്റ്റ്യൻ കിട്ടി. സജീവ അഗ്നിപർവ്വതം ഏതാണ്? കോട്ടോപാസ്കിയാണ്. ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇറ്റലി, ഫ്രാൻസ്, ഇക്വഡോർ, ബ്രസീൽ. കോട്ടോപാസ്കി എന്ന ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യന്. ആൻസർ ഉണ്ട് ഓപ്ഷൻ സി ആണ്, ഇക്വഡോർ ആണ്. ആൻസർ ഓപ്ഷൻ സി, ഇക്വഡോർ ആണ് വരുന്നത്. ഏതാണ്? ഇക്വഡോർ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ചന്ദ്രയാൻ 1ൻ്റെ ദൗത്യം അവസാനിച്ചത് എന്ന്. ദൗത്യം ആരംഭിച്ചതല്ല അത് ചോദിക്കുന്നത്, ദൗത്യം അവസാനിച്ചത് എന്നെന്നാണ് ക്വസ്റ്റ്യന്. ഇന്ത്യയുടെ ചന്ദ്രയാൻ 1ൻ്റെ ദൗത്യം അവസാനിച്ചത് എന്ന്. ഓപ്ഷൻസ്: നവംബർ 2008, ഓഗസ്റ്റ് 2009, ഒക്ടോബർ 2009, നവംബർ 2009. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആഗസ്റ്റ് 2009 ആണ്. അയോധ്യ കേസിൽ വിധി പറഞ്ഞ ഹൈക്കോടതി. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അയോധ്യ കേസിൽ വിധി പറഞ്ഞ ഹൈക്കോടതി ഏതെന്നാണ് ക്വസ്റ്റ്യന്. അയോധ്യ കേസിൽ വിധി പറഞ്ഞ ഹൈക്കോടതി ഏതെന്നാണ് ക്വസ്റ്റ്യന്. ലൈവിലുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ട്രൈ ചെയ്യുക. അയോധ്യ കേസിൽ വിധി പറഞ്ഞ ഹൈക്കോടതി അലഹാബാദ്, ഗുവാഹട്ടി, ഡൽഹി, മുംബൈ. അലഹാബാദ്, ഗുവാഹട്ടി, ഡൽഹി, മുംബൈ. ആൻസർ ഓപ്ഷൻ എ ആണ്, അലഹാബാദ് ആണ് ആൻസർ. അയോധ്യ കേസ് എ. ഓർത്ത് നോക്കുക, അയോധ്യ കേസ് എ ആണ് നോക്കുക. അയോധ്യ കേസിൽ വിധി പറഞ്ഞ ഹൈക്കോടതി അലഹാബാദ് ഹൈക്കോടതിയാണ്. 2011 7 ബാഫ്ത പുരസ്കാരങ്ങൾ ലഭിച്ച ചിത്രം. അവതാർ, ദ ഹാർട്ട് ലോക്കർ, കിങ്സ് സ്പീച്ച്, സ്ലം ഡോഗ് മില്യനെയർ. 2011 7 ബാഫ്ത പുരസ്കാരങ്ങൾ ലഭിച്ച ചിത്രം ഏതെന്നാണ് ക്വസ്റ്റ്യന്. ആൻസർ ഓപ്ഷൻ സി ആണ്, കിങ്സ് സ്പീച്ച് ആണ്. ഗൊറില്ലയുടെ ക്രോമോസോം സംഖ്യ 48, 36, 44, 46. ഗൊറില്ലയുടെ ക്രോമോസോം സംഖ്യ എത്ര എന്നാണ് ക്വസ്റ്റ്യന്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 48. ഗൊറില്ലയുടെ ക്രോമോസോം സംഖ്യ എത്രയാണ്? 48. ഗോവർദ്ധനൻ്റെ യാത്രകൾ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഗോവർദ്ധനൻ്റെ യാത്രകൾ ആരുടെ കൃതിയാണ്? മുകുന്ദൻ, ആനന്ദ്, OV വിജയൻ, സക്കറിയ. യെസ്, ഗോവർദ്ധനൻ്റെ യാത്രകൾ ആരുടെ കൃതിയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആനന്ദിൻ്റെയാണ്. 2G സ്പെക്ട്രം വിവാദത്തെക്കുറിച്ച് അന്വേഷിച്ച സംയുക്ത പാർലമെൻ്ററി സമിതി JPC അധ്യക്ഷൻ. 2G സ്പെക്ട്രം വിവാദത്തെക്കുറിച്ച് അന്വേഷിച്ച സംയുക്ത പാർലമെൻറ്റ് സമിതി അധ്യക്ഷൻ ആര് എന്നാണ് ക്വസ്റ്റ്യന്. PC ചാക്കോ, ചാൾസ് ഡയസ്, മുരളി മനോഹർ ജോഷി, വയലാർ രവിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, PC ചാക്കോയാണ്. ഏതാണ് ആൻസർ? PC ചാക്കോയാണ് ആൻസർ. അടുത്തത് പക്ഷികളെക്കുറിച്ചുള്ള പഠനം. പക്ഷികളെക്കുറിച്ചുള്ള പഠനത്തിന് പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതെന്നാണ് ക്വസ്റ്റ്യന്. കോങ്കോളജി, കാലിയോളജി, ഓഫിയോളജി, എറ്റിയോളജി. ഇതിൽ കാലിയോളജി എന്ന് പറയുന്നത്
ഈ ബ്യൂട്ടിയെക്കുറിച്ചുള്ള പഠനത്തിനെയാണ് കാലിയോളജി എന്ന് പറയുന്നത്. എറ്റിയോളജി എന്ന് പറയുന്നത് വിവിധ തരം ഡിസീസുകളെ കുറിച്ചുള്ള പഠനമാണ് എറ്റിയോളജി. ഓഫിയോളജിയാണ് ആൻസർ. ഏതാണ്? ഓഫിയോളജിയാണ് ആൻസർ. പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനമാണ് പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം. ഗാന്ധിജിയുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ച ദക്ഷിണാഫ്രിക്കൻ പത്രമേത്? പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കാലിയോളജിയാണ്. ഏതാണ്? കാലിയോളജിയാണ്. മിസ്റ്റേക്കാണ് വന്നത്. ഗാന്ധിജിയുടെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ദക്ഷിണാഫ്രിക്കൻ പത്രമേത്? ഗാന്ധിജിയുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ച ദക്ഷിണാഫ്രിക്കൻ പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ, ഹരിജൻ, ഗണശക്തി, ബംഗാൾ ഗസറ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് ആൻസർ. അനശ്വര പിറ്റിബി 58 എന്നാൽ എന്ത്? അനശ്വര പിറ്റിബി നമ്മളിത് പഠിച്ചിരിക്കണം. കാരണം വെച്ചാൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അനശ്വര പിറ്റിബി 58 എന്നാൽ എന്ത്? നെൽവിത്ത്, ഗോതമ്പ് വിത്ത്, കുരുമുളക് വിത്ത്, നാളികേര വിത്ത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, നെൽവിത്താണ് ആൻസർ. അനശ്വര പിറ്റിബി 58 എന്ന് പറയുന്നത് നെൽവിത്താണ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വനിത ആര്? സുശീല ഗോപാലൻ, എം കമലം, KR ഗൗരിയമ്മ, PK ശ്രീമതി ടീച്ചർ. ആൻസർ ഓപ്ഷൻ സി ആണ്, KR ഗൗരിയമ്മയാണ് ആൻസർ. നെക്സ്റ്റ് വൺ, ചുണ്ടലിയുടെ ചർമ്മകോശങ്ങൾ ഉപയോഗിച്ച് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ ചുണ്ടലിയുടെ പേര്? ഡോളി, തൃപ്തി, ഇന്ദിര, ദിനി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദിനിയാണ് ആൻസർ. നെക്സ്റ്റ് വൺ, സുൽത്താൻ ബത്തേരി എന്ന സ്ഥലനാമം ആരുടെ പേരിൽ നിന്നാണ് രൂപപ്പെട്ടത്? സുൽത്താൻ ബത്തേരി എന്ന സ്ഥലനാമം ആരുടെ പേരിൽ നിന്നാണ് രൂപപ്പെട്ടത്? സാമൂതിരി, ഹൈദരലി, ബാബർ, ടിപ്പു. സുൽത്താൻ ബത്തേരി എന്ന സ്ഥലനാമം ആരുടെ പേരിൽ നിന്നാണ് രൂപപ്പെട്ടത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ടിപ്പുവിൻ്റെ പേരിൽ നിന്നാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് രൂപപ്പെട്ടത്. ഇൻഡോളജി എന്നാൽ എന്താണ്? കിഴക്കിനെക്കുറിച്ചുള്ള പഠനം, ഇന്ത്യയെക്കുറിച്ചുള്ള പഠനം, ഭാഷകളെക്കുറിച്ചുള്ള പഠനം, ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള പഠനം. ഇൻഡോളജി എന്നാൽ എന്ത് എന്നാണ് ക്വസ്റ്റ്യന്. ഇൻഡോളജി എന്നാൽ എന്ത്? യെസ്, ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇന്ത്യയെക്കുറിച്ചുള്ള പഠനമാണ് ഇൻഡോളജി എന്നാൽ അറിയപ്പെടുന്നത്. ഭാരതീയ ഭൗമശാസ്ത്രജ്ഞനായ വരാഹമിഹിരൻ ഏതു കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്? വരാഹമിഹിരൻ്റെ കാലഘട്ടവുമായിട്ടുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. എല്ലാവരും ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 7 to 8 ഓൺലൈൻ ലൈവ് ഞാൻ ചെയ്തിരുന്നു. അതിൽ ഏതെല്ലാം ശാസ്ത്രജ്ഞന്മാരാണ്, ഏതെല്ലാം രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് അവരുണ്ടായിരുന്നത് എന്ന് കറക്റ്റായിട്ട് ഓരോ മൗര്യ കാലഘട്ടം, ഗുപ്ത കാലഘട്ടം, അങ്ങനെയെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പോയിൻ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് വീഡിയോ കാണാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഭാരതീയ ഭൗമശാസ്ത്രജ്ഞനായ വരാഹമിഹിരൻ ഏതു കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഗുപ്ത കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. റിവോൾവർ കണ്ടുപിടിച്ചത് ആര്? സാമുവൽ കോൾട്ട്, ജോൺ നാപ്പിയർ, TH നെയ്മാൻ, CH ടൗൺസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, സാമുവൽ കോൾട്ടാണ്. ബിരുദധാരികൾ മാത്രമേ പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ പാടുള്ളൂ എന്ന് വ്യവസ്ഥയുള്ള ഏക രാജ്യം? ബിരുദധാരികൾ മാത്രമേ പാർലമെൻറ്റിൽ ഇലക്ഷന് മത്സരിക്കാൻ പാടുള്ളൂ എന്ന് വ്യവസ്ഥയുള്ള രാജ്യം? നേപ്പാൾ, ഭൂട്ടാൻ, ഓസ്ട്രേലിയ, മ്യാൻമാർ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭൂട്ടാനാണ് ആൻസർ. നെക്സ്റ്റ് വൺ,
3 തലസ്ഥാനങ്ങളുള്ള ഏക രാജ്യം. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിരുന്നു. 3 തലസ്ഥാനങ്ങളുള്ള ഏക രാജ്യം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. 3 തലസ്ഥാനങ്ങളുള്ള ഏക രാജ്യം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 3 തലസ്ഥാനങ്ങളുള്ള ഏക രാജ്യം. ഓപ്ഷൻസ്: ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, സുഡാൻ, ബ്രസീൽ. 3 തലസ്ഥാനങ്ങളുള്ള ഏക രാജ്യം ഏതെന്നാണ് ക്വസ്റ്റ്യന് ഉത്തരം ദക്ഷിണാഫ്രിക്കയാണ്. മാവോയിസ്റ്റുകളുമായുള്ള ബന്ധം ആരോപിച്ച് ജീവപര്യന്ത തടവിന് വധിക്കപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകൻ രഞ്ജിത് സിംഗ്, കിഷോരി ലാൽ, ബിനായക് സെൻ ഇവരാരുമല്ല. മാവോയിസ്റ്റുകളുമായുള്ള ബന്ധം ആരോപിക്കപ്പെട്ട് ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകൻ ആര് എന്നാണ് ക്വസ്റ്റ്യന്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബിനായക് സെൻ ആണ് ആൻസർ. 113ാമത്തെ ഭരണഘടനാ ഭേദഗതി ഏത് സംസ്ഥാനത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആന്ധ്രാപ്രദേശ്, ഒറീസ, അസം, പശ്ചിമ ബംഗാൾ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒറീസയാണ്. 2010 ഒക്ടോബറിൽ തിരഞ്ഞെടുപ്പ് നടത്താതിരുന്ന കേരളത്തിലെ ഏക മുനിസിപ്പാലിറ്റി. 2010 ഒക്ടോബറിൽ തിരഞ്ഞെടുപ്പ് നടത്താതിരുന്ന കേരളത്തിലെ ഏക മുനിസിപ്പാലിറ്റി മട്ടന്നൂർ, ഒറ്റപ്പാലം, ആലപ്പുഴ, തൃപ്പൂണിത്തുറ. ആൻസർ ഓപ്ഷൻ എ ആണ്, മട്ടന്നൂരാണ് ആൻസർ. ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ദില്ലി? ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ദില്ലി? കൊസോവ, കിഴക്കൻ തിമൂർ, ബൊളീവിയ, അൾജീരിയ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കിഴക്കൻ തിമൂറിൻ്റെ തലസ്ഥാനമാണ് ദില്ലി. 34ാമത് ദേശീയ ഗെയിംസ് എവിടെ വെച്ചാണ് നടന്നത്? ജാർഖണ്ഡ്, കേരളം, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്. 34ാമത് ദേശീയ ഗെയിംസ് എവിടെ വെച്ചാണ് നടന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജാർഖണ്ഡിൽ വെച്ചാണ് നടന്നത്. എവിടെ വെച്ചാണ് നടന്നത്? ജാർഖണ്ഡ്. കേരളത്തിൽ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി സർവീസ് ആരംഭിച്ച രാജ്യം. ലോകത്ത് ആദ്യമായി സിവിൽ സർവീസ് ആരംഭിച്ച രാജ്യം ചൈന, ഇന്ത്യ, ഇംഗ്ലണ്ട്, USA. ലോകത്ത് ആദ്യമായി സിവിൽ സർവീസ് ആരംഭിച്ച രാജ്യം. മുന്നത്തെ 2 ക്വസ്റ്റ്യൻ ചേഞ്ച്ഡാണ്, അതാണ് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞത്. ലോകത്ത് ആദ്യമായി സിവിൽ സർവീസ് ആരംഭിച്ച രാജ്യം ഏതെന്നാണ് ക്വസ്റ്റ്യന്. ചൈന, ഇന്ത്യ, ഇംഗ്ലണ്ട്, USA. ആൻസർ വരുന്നത് ചൈനയാണ് ആൻസർ. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാലാവധി. 4, 5, 6, 7. ആൻസർ ഓപ്ഷൻ സി ആണ്, 6 ആണ് ആൻസർ. വൈറ്റമിൻ സി കൂടുതലായി അടങ്ങിയിരിക്കുന്നത് ഏതിലാണ്? വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ക്യാരറ്റ്, ചീര, ചെറുനാരങ്ങ, നിലക്കടല. വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ചെറുനാരങ്ങയിലാണ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന വസ്തു. സിൽവർ അയോഡൈഡ്, അയൺ പൈറൈറ്റിസ്, നൈട്രിക് ഓക്സൈഡ്, ബേരിയം പെറോക്സൈഡ്. വിഡ്ഢികളുടെ സ്വർണം, ശ്രദ്ധിക്കുക, വിഡ്ഢികളുടെ സ്വർണം എന്ന് അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, അയൺ പെറ്റൈറ്റിസ്. തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന സസ്യ ഹോർമോൺ. സെറ്റോകെനിൻസ്, എത്തിലിൻ, ഗിബറിലിൻ, കാൽസ്യം കാർബൈഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, സൈറ്റോകെനിൻസ് ആണ്. കേരളത്തിൽ റെയിൽവേ കോച്ച് ഫാക്ടറി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണ്? രാമൻമേട്, കഞ്ചിക്കോട്, പെരുമ്പാവൂർ, പേരാമ്പൂർ, ചവറ. ഓപ്ഷൻ ബി ആണ് ആൻസർ, കഞ്ചിക്കോട്. മറാഠി മുഖ്യനായിരുന്ന സംഭാജിയെ തൂക്കിലേറ്റിയത് ആരുടെ ഭരണകാലത്താണ്? ഔറംഗസേബ്, ജഹാംഗീർ, ഷാജഹാൻ, മഹബത് ഖാൻ. മറാഠി മുഖ്യനായിരുന്ന സംഭാജിയെ തൂക്കിലേറ്റിയത് ആരുടെ ഭരണകാലത്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ഔറംഗസേബിൻ്റെ കാലത്താണ്. ഓസ്ട്രേലിയക്കാർ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ശൈത്യകാലത്ത്, വേനൽക്കാലത്ത്, ശരത്കാലത്ത്, വസന്തകാലത്ത്. ഓപ്ഷൻ ബി ആണ് ആൻസർ, വേനൽക്കാലത്താണ്.
നെക്സ്റ്റ് വൺ, ഏറ്റവും നല്ല നടനുള്ള ഓസ്കാർ അവാർഡ് നേടിയ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരൻ. ഡെൻസൺ വാഷിങ്ടൺ, ഡാനി ഗ്ലവർ, ഡിസ്നി പോയ്റ്റിയർ, എഡി മിർഫി. ആൻസർ ഓപ്ഷൻ സി ആണ്, ഡിസ്നി പോയ്റ്റിയർ ആണ്. സിസിലിയൻ പ്രതിരോധം ഏതു കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിസിലിയൻ പ്രതിരോധം എന്നുള്ളത് ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ, ടെന്നീസ്, ഷൂട്ടിംഗ്, ചെസ്സ്. ഓപ്ഷൻ ഡി ആണ്, ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സിസിലിയൻ പ്രതിരോധം എന്ന വാക്ക് ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യെസ്, ഏതാണ്? ചെസ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏതാണ്? ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ന്യൂ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു 50 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തത്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്കത് ചേഞ്ച് ആയിട്ടുണ്ട് ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവരും വീഡിയോ റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ ട്രൈ ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് എക്സാം പേപ്പേഴ്സിൽ പ്രീവിയസ് എക്സാം പേപ്പേഴ്സിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ.